ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല ചൂടാണേ. ഇന്നത്തെ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒന്നും അറിയാത്തതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആണേ. മുട്ടയും പഴവുമാണ്. ഞാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് മുട്ടയും പഴവും. പക്ഷെ ഇന്ന് മടി കൊണ്ടൊന്നുമല്ല കേട്ടോ. കുറേ ദിവസമായി കുഞ്ഞാപ്പി ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു മുട്ടയും പഴവും ഉണ്ടാക്കി കൊടുക്കുക, അവൾ കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന്. അതിനുശേഷം ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ തയ്യാറാക്കുവാണേ. അവൾക്ക് ഫ്രൈഡ് റൈസ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ കുക്കിങ്ങിൽ. എന്നാൽ എൻ്റേതായ രീതിക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. പിന്നെ അവൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എൻ്റെ ഉച്ചക്കത്തേക്കുള്ളതും കൂടെ ആ കൂടെ തന്നെ കഴിയും കേട്ടോ. പിന്നെയുള്ളത് കുറച്ച് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെയാണേ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്ത് ഒരു എഗ്ഗും അതിൽ ഒഴിച്ച് അതും ചിക്കിയെടുത്ത് അതിനുശേഷം റൈസും ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ചധികം പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രൈഡ് റൈസ്. ഇത്രയും ആയാൽ തന്നെ എൻ്റെ ഫ്രൈഡ് റൈസ് റെഡിയായേ. അതിനുശേഷം ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള 2 പീസ് ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാൻ വെച്ചു. അന്നേരത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ആയായിരുന്നു. പഴവും വെന്തു, മുട്ടയും വെന്തു. അപ്പോൾ മുട്ടയും പഴവും കൂടെ അവൾക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം അവളുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത് എനിക്ക് വിഷമവുമാണ് സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ സന്തോഷം അവൾക്ക് കൊടുത്തു വിടുന്നതും വിഷമം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തു വിടുന്ന സാധനം അവൾ കഴിക്കാതെ വരത്തുള്ളൂ. അവൾക്ക് കഴിക്കാൻ ടൈം കിട്ടുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയാറ്. മിക്ക ദിവസവും ഒന്നും കഴിക്കാതെയാണ് തിരിച്ചു വരുന്നത്. അതാണ് എൻ്റെ ഒരു വിഷമം. പിന്നെ ഞാൻ അവളുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്സൊക്കെ ടൈം ടേബിൾ നോക്കി എടുത്തു വെച്ചു. അതിനുശേഷം അവളുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ എടുത്തു വെച്ചു. അവളുടെ തലയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു, യൂണിഫോമൊക്കെ ഇടിപ്പിച്ചു. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ സമയം കുറച്ച് ബിസി ടൈമാണ്. എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ് എല്ലാം പ്രിപ്പയർ ചെയ്യണം, കുഞ്ഞാപ്പിനെ ഒരുക്കണം, സ്കൂളിൽ കൊണ്ടുവിടണം, ക്ലീനിങ് ചെയ്യണം. ഇതൊക്കെ തന്നെ. അവളെ കൊണ്ടുവിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി ഒതുക്കുന്നത്. ഈ പാത്രം കഴുകുന്നതാണ് ഒരു വീട്ടിലെ ഏറ്റവും വലിയ പണിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ചായ കുടിക്കാൻ എടുത്താൽ പോലും ഒരു 3-4 പാത്രം കഴുകാനുണ്ടാവും. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പണിയെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. പാത്രമെല്ലാം കഴുകി വെച്ചതിന് ശേഷം ഞാൻ നാളത്തേക്ക് ഉള്ള അരിയും ഉഴുന്നും വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു. ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കുകയാണെങ്കിൽ പണി എളുപ്പമായല്ലോ. അതുമാത്രമല്ല, അവൾ ചോറ് കഴിക്കുന്നില്ലെങ്കിൽ ദോശ കഴിക്കാൻ അവൾക്ക് എളുപ്പമായിരിക്കും. അപ്പം ദോശ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ആ പണി എളുപ്പമായി. അങ്ങനെ ഞാൻ അരിയും വെള്ളത്തിലിട്ടു. അടുക്കളയെല്ലാം ക്ലീനും ചെയ്തു. കഴുകിയ പാത്രങ്ങളെടുത്ത് വാഷ് ബേസിനിലും വെച്ചപ്പോൾ എൻ്റെ പണി തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ.